നിങ്ങളുടെ ഭാവി ഇന്ന് ഇൻസ്റ്റാ റീലുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എങ്കിൽ കേട്ടോളൂ. ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് മിസ്റ്റർ ജിബിൻ പാപ്പച്ചനെയാണ്. നമ്മുടെ ബ്രാഞ്ച് ഹെഡാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ മോർ ദാൻ 15 years ഓവർസീസിൽ എക്സ്പീരിയൻസ് ഉള്ള ഇദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് ചിലത് കേൾക്കാം. ഹായ്, ഓൾറെഡി ഫെസ്മി എന്നെ കുറിച്ച് ഓൾറെഡി അത്യാവശ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഞാൻ പറയാം, ഞാൻ ഓൾമോസ്റ്റ് ഒരു 10 to 15 years ആയിട്ട് സ്റ്റഡി ഓവർസീസ് റിക്രൂട്ട്മെന്റ് കൺസൾട്ടേഷൻ, ട്രെയിനിങ്, ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എൻ്റെ ഈ ഒരു 15 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് എനിക്ക് ഒബ്വിയസ്ലി എൻ്റെ കോണ്ടാക്ട് നമ്പർ ഒത്തിരി പേരെ അതിലുണ്ടാവും. എനിക്ക് റെഗുലർ ആയിട്ട് കോൾസ് വരാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യാൻ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ റീസെന്റ് ഇപ്പൊ ഒരു 1 week അബോവ് ആയിട്ട് വന്ന ഫ്രീക്വന്റ് കോൾസ് ആണ്. പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ജോലിയാണ് വാഗ്ദാനം കിട്ടിയേക്കുന്നത്. പോളണ്ടിൽ കോൺട്രാക്ട് കിട്ടി, കുറെ പേര് പൈസ കൊടുത്തു, കുറെ പേര് പൈസ കൊടുക്കാൻ നിൽക്കുകയാണ്. പലർക്കും VFSൽ സ്ലോട്ട് കിട്ടുന്നില്ല, അതായത് ഒരു ഇന്റർവ്യൂ ഡേറ്റ് ഇല്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പോളണ്ടിൽ, ഞാനും ഇതിനെ കുറിച്ച് ആധികാരികമായി അന്വേഷിച്ചു, എന്തെങ്കിലും വഴി ഉണ്ടോ, പലരെയും സഹായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് മാർഗങ്ങളില്ല, കാരണം നേരായ രീതിയിലൊന്നും നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് വരാൻ തന്നെ കാര്യമായത്. ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവരെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഇത് നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ പുതിയ തലമുറ ഇൻഫ്ലുവൻസ്ഡ് ആയി നിൽക്കുന്ന കുറച്ച് പ്രോഗ്രാംസിന്റെ പേര് ഞാൻ പറയാം. ഹൗസ് ബിൽഡിംഗ്, ദെൻ പോളണ്ട്, ലിത്വാനിയ, ലാറ്റ്വിയ, ദെൻ ജർമ്മനി ഫ്രീ എഡ്യൂക്കേഷൻ, ഇറ്റലി ഫ്രീ എഡ്യൂക്കേഷൻ. ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴേക്കും, നമ്മൾ നോർമലി ഇൻസ്റ്റാഗ്രാം എല്ലാം AI മാർക്കറ്റിംഗ് ആണ്. നമ്മൾ ഒരു റീല് നോക്കിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അതിന്റെ കണ്ടിന്യൂഡ് റീൽസ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. എല്ലാറ്റിലും നമ്മളിപ്പോ കാണുന്നത് എന്ന് പറഞ്ഞാൽ പെയ്ഡ് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ ഫ്രീ. എങ്ങനെയാണ് ഈ ഫ്രീ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടുന്നത്? ഫ്രീ എഡ്യൂക്കേഷൻ എന്താണ്? ഫസ്റ്റ്ലി ഞാൻ ജർമ്മനി, ഇറ്റലി ബേസ് ചെയ്ത് തന്നെ പറയാം. ജർമ്മനി ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സ്കോളർഷിപ്പ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഈ സ്കോളർഷിപ്പ് സിസ്റ്റം. അത് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്, ഇപ്പൊ നമ്മുടെ നാട്ടിലെ കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഗവൺമെന്റ് കോളേജിലോ അല്ലെങ്കിൽ നമ്മൾ +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് സെലക്ഷൻ കിട്ടുമ്പോഴൊക്കെ നമ്മുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ കിട്ടുന്നത്, അതുപോലെ തന്നെയാണ് ജർമ്മനിയിലെ ഫ്രീ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എഡ്യൂക്കേഷൻ വർക്ക്ഔട്ട് ആവുന്നത്. അപ്പൊ നമ്മൾ കോമ്പറ്റ് ചെയ്യുന്നത് ലാംഗ്വേജ് മാത്രം ഉണ്ടായാൽ പോരാ, ലോകമെമ്പാടുമുള്ള ആപ്ലിക്കേഷൻസ്, അതായത് ഹിന്ദിയിൽ നിന്ന് മാത്രമോ കേരളത്തിൽ നിന്ന് മാത്രമോ അല്ല. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് അതിന്റെ പോസിബിലിറ്റീസ് ഓഫ് ഗെറ്റിംഗ് ദ സ്കോളർഷിപ്പ്. അതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ പ്രൊഫൈൽ അതിന് കേപ്പബിൾ ആണോ, നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് അതിന് കേപ്പബിൾ ആണോ, നമ്മുടെ CV അതിന് കേപ്പബിൾ ആണോ, നമുക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രൊഫൈലുമായിട്ട് മെച്ചണം. ഇതിപ്പോ മാറി ഇറ്റലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇറ്റലി പ്യുവർലി സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് തീരെ ചുറ്റുപാടില്ലാത്ത, സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം വന്ന, ചുരുക്കി പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, സ്വന്തമായി പേരിൽ ഒരു സ്ഥലമോ സ്വത്തോ ജീവിത മാർഗങ്ങളോ വരുമാന മാർഗങ്ങളോ ഇല്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിൽ പല സ്ഥലങ്ങളിലും ഇതിനെ കുറിച്ച് വ്യക്തമായോ അതിനെ ബേസ് ചെയ്തോ ഒന്നും നമുക്കൊരു ഇൻഫോർമേഷൻ ഇല്ല. നമുക്ക് കിട്ടുന്നത് ഏതോ ഒരു തലക്കിൽ നിന്ന് തുടങ്ങി വേറൊരു തലക്കിൽ അവസാനിക്കുന്ന വലിയൊരു കഥയുടെ ചെറിയൊരു ഭാഗമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായി അന്വേഷിക്കാതെ ഒരു പ്രോഗ്രാമിനും നിങ്ങൾ ചെന്ന് ചാടരുത്. എസ്പെഷ്യലി ഇപ്പോ കുറെ, ഐ നോ ദാറ്റ് കാനഡ ഓഫ് UK അതായിരുന്നു മാസ്റ്റർ എന്നാ പറയുന്ന കൺട്രീസ്. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തിരുന്ന 2 കൺട്രികളാണ്, ഒന്ന് കാനഡ, ഒന്ന് UK. കാനഡ UK എല്ലാവർക്കും അഫോർഡബിൾ അല്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, കാരണം അതിൽ ബ്ലോക്ക് അക്കൗണ്ട്, ഫിനാൻസ്, വലിയൊരു സംഖ്യ ചെലവുണ്ട്, എല്ലാവർക്കും അഫോർഡബിൾ അല്ല. അതുകൊണ്ടാണ് പലരും ഈ ചെറിയ കോസ്റ്റ് വരുന്ന കുഞ്ഞു കുഞ്ഞു കൺട്രികളിലേക്ക് പോകുന്നത്. പക്ഷെ നിങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന 100ൽ 99% വീഡിയോകളും വ്യൂസിന് വേണ്ടി മാത്രമുള്ളതാണ്. ആ വ്യൂസ് വഴി കിട്ടുന്ന വരുമാനമായിരിക്കാം, ഫെമിലിയാരിറ്റി ആയിരിക്കാം, ചിലപ്പോൾ ബിസിനസ് ആയിരിക്കും. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എവിടെ തെരഞ്ഞെടുത്താലും, ഏത് കൺസൾട്ടൻസി ചൂസ് ചെയ്താലും, നിങ്ങൾ തെരഞ്ഞെടുക്കുന്ന പ്രോഗ്രാമിനെ കുറിച്ച് കൗൺസിലർ, അതായത് ഇപ്പൊ നിങ്ങളുടെ കൺസൾട്ടൻസി ആണെങ്കിൽ പോലും നിങ്ങൾ പറയുന്നതല്ല, നിങ്ങളുടെ അറിവാണ് അതിൽ മൂലധനം. പൈസ എന്ന് പറയുന്നത് ഒരു ഘടകം മാത്രമാണ്. ഇതിനേക്കാളും വലുത് നിങ്ങൾ ഭാവിയാണ്. പല രാജ്യങ്ങളിലേക്കും ഇപ്പൊ നമുക്ക് വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഓരോ ദിവസം ചെല്ലുന്നതോറും ഓരോ രാജ്യങ്ങളും വിസ റൂൾസ് റെഗുലേഷൻസ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ UK ഒരുപാട് ചേഞ്ചസ് വരുത്തി. കാനഡ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് പോയി ചെന്നെത്തുന്ന കൺട്രിയില് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും.
ഇല്ലെങ്കിൽ നമ്മളുടെ പ്രോസസ്സിങ് ഫുൾ ആയിട്ട് തീരാതെ എവിടെയെങ്കിലും ഇങ്ങനെ വിസ സ്ലോട്ട് കിട്ടാതിരിക്കുമോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ, ഇടയിൽ പെടുവോ എന്നുള്ളത് വ്യക്തമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം ചെയ്യാം. ഇത് സ്റ്റഡി ഓവർസീസിന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു ടിപ്പാണ്. ഇനി നിങ്ങൾ റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ ഞാൻ ഒന്ന് വളരെ വ്യക്തമായി പറയാം. ഫ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് യഥാർത്ഥത്തിലുണ്ട്. നേഴ്സസ് അല്ലെങ്കിൽ അത്രയും റിക്വയർമെന്റ് ഉള്ള ഹൈലി റിക്വയർഡ് ജോബ്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന നേഴ്സസ്, ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് പോലുള്ള ജോലികൾ പ്യുവർലി ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. ഇതിനൊരിക്കലും നിങ്ങൾ എവിടെയും പൈസ കൊടുക്കേണ്ട കാര്യമില്ല. ഇതല്ലാത്ത ഏത് പ്രൊഫൈലിൽ നിന്ന് തന്നെ ജോലിക്കും നിങ്ങൾ പൈസ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ കൊടുക്കുന്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദാനം കിട്ടിയേക്കുന്ന ജോലി നിങ്ങൾക്ക് ശരിക്കും എലിജിബിൾ ആണോ? വളരെ ചുരുക്കം ജോലികൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു വിദേശ രാജ്യം വിസ കൊടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോ UK പഠിക്കാൻ പോയി പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റിലുള്ള സ്റ്റേ ബാക്കിലുള്ള ഒത്തിരി കുട്ടികളുണ്ട്. ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ജോലികൾ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ പഠിക്കാൻ പോയ കുട്ടികൾക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റാത്ത ജോലികൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് ലാഗ് ചെയ്യാതെ പറയാം. നിങ്ങളെ ഒരു എംപ്ലോയർ അവര് സ്പോൺസർ ചെയ്ത് നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവിടുന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരു കാരണവശാലും അവിടെ ഈ ഒരാൾ അവൈലബിൾ ആയിരിക്കരുത്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പോയ പിള്ളേർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ജോലി ആയിരിക്കണം. ഇനി അത് മാത്രമല്ല, വളരെ സിമ്പിൾ ടിപ്പ് ഓഫ് അഡ്വൈസ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ ലെറ്റർ ജെന്യൂൻ ആവും. ഇത് നിങ്ങൾക്ക് ഒരു കൺസൾട്ടൻസിയും സഹായം ആവശ്യമില്ല. നിങ്ങളെ സഹായിക്കാൻ നമ്മുടെ ഗവൺമെന്റ് ഫെസിലിറ്റീസ് പോലുള്ള ഒത്തിരി സംവിധാനങ്ങളുണ്ട്. സിംപ്ലി നിങ്ങൾക്ക് നോർക്കയിൽ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫർ ലെറ്ററിന്റെ വെരിഫിക്കേഷൻ ചെയ്ത് കിട്ടും. ഗവൺമെന്റ് തന്നെ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ഇതൊന്നും ചെയ്യാതെ ഒടുക്കം എത്തിപ്പെട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളിൽ കയറി വരുന്ന കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് എന്നെ വിളിച്ച് ഒരുപാട് സങ്കടം പറഞ്ഞ ഒരുപാട് പേരുടെ കോൺവെർസേഷൻ ആണ്. കാരണം അവര് എൻ്റെ അടുത്ത് ഒത്തിരി സങ്കടത്തിലാണ് പറയും. 2 ലക്ഷം പോയി, 3 ലക്ഷം പോയി, VFSലെ സ്ലോട്ട് കിട്ടാൻ വേണ്ടി 50,000 അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. എനിക്കും സത്യം പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. സഹായിക്കാൻ എനിക്കും പറ്റുന്നില്ല. കാരണം ലീഗലി ഒരു വഴിയുമില്ല. അപ്പോ നിങ്ങൾ ജോബ് ആണെങ്കിലും ശരി, സ്റ്റഡീസ് ആണെങ്കിലും ശരി, നിങ്ങളുടെ ഭാവി എപ്പോഴും നിങ്ങളായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ അതൊരു കൗൺസിലറുടെ കയ്യിലോ ഒരു യൂട്യൂബ് ഇൻഫ്ലുവൻസറുടെ കയ്യിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ കയ്യിലോ കൊണ്ട് കൊടുക്കരുത്. കാരണം നിങ്ങൾ പോകുന്നത് ജസ്റ്റ് ഒരു സ്റ്റഡിക്ക് വേണ്ടി മാത്രമല്ല. നാട്ടിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷകളോടുകൂടെ നമ്മുടെ നാടും വീടും എല്ലാം വിട്ടകന്ന് ഒരുപാട് ദൂരെ ചെന്ന് കിടന്ന് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലിക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റണം. ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, കാരണം പറഞ്ഞാൽ തീരാത്ത അത്രയും കഥകളുണ്ട്. പലരും ഇവിടുന്ന് വലിയ വലിയ പ്രതീക്ഷകളായി പോയി അവസാനം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജോലി മേഖലയിൽ ചെന്നപ്പെടും. മാറ്റർ ഓഫ് എക്സിസ്റ്റൻസ്. അപ്പോൾ പലപ്പോഴും നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തയിൽ നമ്മൾ കണ്ടു, ഈ UK പഠിക്കാൻ പോയ കുറെ കുട്ടികൾ ഈ കെയർ ഹോമിൽ ചെന്നെത്തിപ്പെടുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോണേക്കാളും മുന്നേ വ്യക്തമായ ഒരു നല്ലൊരു അറിവ് ലഭിച്ചതിന് ശേഷം മാത്രം അത് കൺട്രി പഠിക്കാനാണെങ്കിലും ജോലിക്കാണെങ്കിലും മാത്രം തിരഞ്ഞെടുക്കുക. പിന്നീട് തിരുത്താൻ ബുദ്ധിമുട്ടുകളാണ്. ഒരു വിദേശ രാജ്യത്ത് ചെന്ന് നമ്മളൊരു ക്വാളിഫിക്കേഷൻ എടുത്ത് നമ്മളൊരു മറ്റൊരു ജോലിക്ക് കയറി പിന്നീട് നമുക്ക് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരിക്കലും നമുക്ക് തിരിച്ച് ചിന്തിക്കാൻ ഇടവരരുത്. അന്ന് ഞാൻ കുറച്ചുകൂടെ നന്നായി അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നല്ലൊരു ജോലി ലഭിക്കുമായിരുന്നു. പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. പിന്നെ അടുത്ത വീഡിയോ ഞങ്ങൾ എന്തായാലും ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ച് ചെയ്യുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്ന ഹൗസ് ബിൽഡിംഗ് ആണ്. പല പാരന്റ്സിനും പല കാൻഡിഡേറ്റ്സിനും, ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുമല്ല, പക്ഷെ ഒരു 50% കൂടുതൽ ആൾക്കാർക്കും ഇത് എന്താണെന്നൊരു വ്യക്തത കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഞങ്ങളുടെ CEO മിസ്റ്റർ ഡോക്ടർ സുനിൽ തമ്പി ഫ്രം UK അടുത്ത വീഡിയോയിൽ ഞാൻ പുള്ളിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. പുള്ളി ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോ ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ. സോ always I have to tell you that be careful while taking a decision.